എറണാകുളം കോടനാട് അഭയാരണ്യത്തിൽ ആനക്കൂടിന്റെ ബലപരിശോധന നടക്കുന്നു. ഇപ്പോൾ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ഇന്ന് തന്നെ പിടികൂടി ചികിത്സ കൊടുക്കാനാണ് ഇവരുടെ തീരുമാനം. ആന അവശതയിൽ അല്ലെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. കുറച്ച് മെയിൻ്റനൻസ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആനയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് മാറ്റണോ വേണ്ടോ എന്നുള്ളത് അത് തീർത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവശ്യ നിലയിലൊന്നുമില്ല. ആന അവശ്യ നിലയിലാണെങ്കിൽ അത് ഫീഡ് ചെയ്യുകയൊന്നും ചെയ്യില്ലല്ലോ. ആനയുടെ ദൈനംദിന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ക്ഷീണമുണ്ട് ആനയ്ക്ക്. ഇല്ല, അത് ഡോക്ടർ ഒന്ന് കാണട്ടെ, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അത് DFO ചാലക്കുടിയിലെ DFO R ലക്ഷ്മിയാണ്, വാഴച്ചാൽ DFO R ലക്ഷ്മിയാണ്. ഇനി അശ്വിൻ പാലാഴി പറയുന്നു. അശ്വിൻ പറയും. അല്പസമയം മുമ്പാണ് ഈ കോടനാട്ടെ അഭയാരണ്യത്തിലുള്ള ആനക്കൂടിന്റെ പരിശോധന നടന്നത്. അത് 1.5 വർഷം മുമ്പ് അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാഗമായി അരിക്കൊമ്പൻ ഇവിടേക്ക് എത്തിച്ചാൽ പാർപ്പിക്കാൻ വേണ്ടി പണിത ആനക്കൂടാണ്. 1.5 വർഷത്തിൻ്റെതായ ചില പഴക്കങ്ങൾ, ചില പ്രശ്നങ്ങൾ, നേരിയ ബലക്ഷയം അതിനുണ്ട് എന്നുള്ളതാണ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അത് JCB ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബലപരിശോധന നടത്തിയത്. JCB ഉപയോഗിച്ച് അതിൻ്റെ ഈ കൈകൊണ്ട് അത് തള്ളിയും വലിച്ചുമൊക്കെയാണ് ഈ ബലപരിശോധന നടത്തിയത്. അതിൽ ഒരു ഭാഗം ഈ ബലപരിശോധനയ്ക്കിടെ നേരിയ ചെറിയ അളവിലൊന്ന് ഇളകിയിട്ടുണ്ട്. അത് മാത്രമാണ് നിലവിൽ അതിനൊരു പ്രശ്നം. അത് ഉറപ്പിക്കാനാകുമോ എന്നുള്ള പരിശോധനയും ഈ ഫോറസ്റ്റ് വിഭാഗം തന്നെ നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടനാട്ടെ ഈ ആന പരിപാലന കേന്ദ്രത്തിൽ ആ കൂട് തന്നെ ഈ ആനയെ പിടിച്ചാൽ അതിനെ പരിപാലിക്കാനും അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പരിശോധന പൂർത്തിയാക്കി അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരപ്പള്ളിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഇവരുടെ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇവിടേക്ക് തന്നെ കൊണ്ടുവരണോ, കോടനാട്ടേക്ക് തന്നെ കൊണ്ടുവരണോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അല്പസമയം മുമ്പ് അരുൺ സക്രിയയുമായി സംസാരിച്ചപ്പോൾ ആനയ്ക്ക് നേരിയ തോതിലുള്ള അവശതയുണ്ട്. ആ അവശത കൂടി പരിഗണിച്ച് മാത്രമായിരിക്കും മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. കഴിഞ്ഞ തവണ മയക്കുവെടി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു മയക്കുവെടി കൂടി താങ്ങാനുള്ള ആരോഗ്യം അതിനുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടക്കും. ആനയുടെ സാമ്പിൾ പരിശോധിക്കുമെന്നാണ് അരുൺ സക്രിയ വ്യക്തമാക്കിയത്. അതേസമയം വലിയ പ്രശ്നമുള്ള തരത്തിലുള്ള അവശത ആനയ്ക്കില്ല എന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആനയെ നേരിട്ട് കണ്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ എന്താണ് ആരോഗ്യസ്ഥിതി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ അരുൺ സക്രിയ ഈ അതിരപ്പള്ളിയിൽ എത്തും. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി.